ചിത്രവര രംഗത്തേക്ക് സജീവമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, അത് കുടുംബത്തിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും ഒക്കെ ഒരുപാട് ആൾക്കാർ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കല്യാണങ്ങളായിരുന്നു. എന്നെ കുടുംബത്തിലായാലും നമ്മുടെ തൊട്ട് അടുത്ത ആൾക്കാരായാലും സുഹൃത്തുക്കളായാലും ഒക്കെ ഈ ഒരു കൃഷ്ണനെ വരച്ചു എന്നതിൻ്റെ പേരിൽ പല കല്യാണങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. പല പല കല്യാണങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വിഷമമായിട്ട് തോന്നുമായിരുന്നു കേട്ടോ എനിക്ക്. അതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ കല്യാണപ്പുരയിൽ കിട്ടുന്ന ബിരിയാണിയാണ്. ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. എന്നെ മറ്റു മതസ്ഥരൊക്കെ വിവാഹത്തിന് വിളിക്കും കേട്ടോ. പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, മറ്റു മതസ്ഥരെന്ന് പറയുമ്പോൾ എനിക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട അങ്ങനെ സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കുറവെന്ന് പറയാൻ വിരലിലെണ്ണാവുന്ന ആൾക്കാരുമായിട്ടേ ഉള്ളൂ. പക്ഷെ അവരുടെ വീട്ടിലൊന്നും അങ്ങനെ ഫംഗ്ഷൻ എനിക്ക് പോകാവുന്ന ഒരു സാഹചര്യം അവിടെ ഫംഗ്ഷൻ ഇല്ലാഞ്ഞിട്ടാട്ടോ, അല്ല അതെന്നെ വിളിക്കാഞ്ഞിട്ടല്ല, പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഹിന്ദുമതത്തിലുള്ള പല കല്യാണങ്ങളിലും പല ആചാരങ്ങളിലും എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നെന്ന് വെച്ചാൽ നമുക്ക് കിട്ടൂലല്ലോ, ഈ ബിരിയാണി എന്ന് പറയുന്ന സംഭവം കിട്ടൂലല്ലോ. ബിരിയാണി നമുക്ക് ഷോപ്പിൽ എന്താ വെച്ചാൽ ഹോട്ടലിൽ ഇഷ്ടം പോലെ കിട്ടും. ഏതൊരു ഹോട്ടലിൽ പോയാലും കോഴിക്കോടൊക്കെ ഫേമസ് ആയിട്ട് പല ഹോട്ടലുകളിലും ബിരിയാണിക്ക് മാത്രം പേര് കേട്ട പല ഹോട്ടലുകളുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരു ടേസ്റ്റ് ഈ കല്യാണ വീട്ടിലെ ബിരിയാണിക്ക് കിട്ടും. അതെന്താണെന്നറിയില്ല, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ഈ കല്യാണ വീട്ടിലെ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ കല്യാണ വീട്ടിലെ ബിരിയാണി കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയാണ്. കല്യാണത്തിന് പോകാറില്ലല്ലോ, വിളിക്കാത്ത കല്യാണത്തിന് പോകാൻ പറ്റൂലല്ലോ. ഇന്ന് അരുണിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വിവാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അവന് കുറച്ച് ബിരിയാണി പാർസലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പറഞ്ഞല്ലോ, കല്യാണ വീട്ടിലെ ബിരിയാണി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹോട്ടലിൽ നിന്നൊക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ കിട്ടിയായിരിക്കും, എനിക്ക് അറിയാഞ്ഞിട്ടോ. അപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പ്ലേറ്റും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചു പ്ലേറ്റ് വേണ്ട, അവന് പൊതിയാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇലത്തുമ്പ് ഇടത്തോട്ടിടണം എന്നല്ലേ പറയാറ്. നമ്മൾ ശാസ്ത്രവും തെറ്റിക്കണ്ട. അല്ലേ വലത്തോട്ടായാലും കുഴപ്പമില്ല, അതങ്ങനെ പോയില്ലേ. ഭയങ്കര സ്മെല്ല്, അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കല്യാണ വീട്ടിലെ ബിരിയാണി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഗൈസ്. കാണുന്നില്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്ത് ചോദിക്കും, പിള്ളേർക്ക് കൊടുത്തുകൂടെ, പിള്ളേർ പാവം ഉണ്ടാവില്ലേ? പിള്ളേർ എൻ്റെ വീട്ടിലാണുള്ളത്, അതുകൊണ്ട് പിള്ളേർക്ക് കൊടുക്കാനൊരു ഒഴിവുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുണ്ട്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലേ, കല്യാണ വീട്ടിലെ ബിരിയാണി എന്ന് പറയുന്നത് അത് ഭയങ്കര പറയാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. ചിക്കനും അടിപൊളി ടേസ്റ്റാണ്. വാഴൻ്റെ ഇലയിലും കൂടി പൊതിഞ്ഞിട്ട് ഒരു എന്താ പറയുക, ആ വാഴൻ്റെ ഇലേൻ്റെ ടേസ്റ്റും കൂടിയായിട്ടും അടിപൊളി ടേസ്റ്റ്. ഇത്ര മിസ് ചെയ്തു എന്നറിയോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കൃഷ്ണനെ വരയ്ക്കുന്ന നിനക്ക് ബിരിയാണിയൊക്കെ കഴിക്കാമോ എന്ന്. കൃഷ്ണനെ വരാമെന്ന് പറയുന്നത് എൻ്റെ ജോലി, ഒരു തൊഴിലാണ്. ഞാൻ ആ വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട്, പക്ഷേ എല്ലാ വീഡിയോ എല്ലാവരും കാണണമെന്നില്ലല്ലോ. ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഇറച്ചിയോ മീനോ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടാണ് ഞാൻ ചിത്രം വരയ്ക്കാറ്. അതുകൊണ്ട് ഇത് കഴിക്കുന്നതിൽ ഇവരൊക്കെ വർത്തമാനം കേട്ടാൽ തോന്നും ഈ എന്താ പറയുക, കണ്ണൻ അത്രമേൽ സ്നേഹിക്കുന്ന ആൾക്കാർ
ചിക്കനും മീനൊന്നും കഴിക്കില്ലെന്ന്. ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട്. എനിക്കറിയാം ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ കഴിച്ചാൽ മാത്രം അവർക്ക് ഭയങ്കര പൈസയാവും. അപ്പം പ്രത്യേകിച്ച് പറയാനും, ചിത്രം വരയ്ക്കുകയാണെങ്കിൽ കുളിച്ച് വൃത്തിയോടുകൂടെ ഞാൻ വരയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ വെറും വാക്ക് പറയല്ല, സത്യമായിട്ട് പറയാം. അല്ല, മക്കളെ പിടിച്ചിട്ട് സത്യം. കുട്ടികളെ ഒന്നും പിടിച്ചിട്ട് ആരും കള്ളത്തിനും പറയാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അടിപൊളി ടേസ്റ്റ്. കുറേ കാലത്തിന് ശേഷം കല്യാണം വീട്ടിൽ ബിരിയാണി കിട്ടിയപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷവും ഭയങ്കര ടേസ്റ്റാവും. ഞാൻ ആര് കല്യാണത്തിന് വേണമെങ്കിൽ ചോദിക്കും, ഒരു പൊതി എനിക്ക് കൊണ്ടുത്തരുമെന്ന്. അപ്പം ഇപ്പം എല്ലാ വീട്ടിലും ഇപ്പം ബൊഫേ ആയതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. പക്ഷെ അറിയുന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്നാണ് എനിക്ക് കൊണ്ടുതരാറുണ്ട് കേട്ടോ. അതവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പം കൊണ്ടുതന്നതാണ്. ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്താട്ടെ. ബിരിയാണി കിട്ടിയപ്പം നിങ്ങളോടുകൂടി ഇന്ന് പറഞ്ഞതേ ഉള്ളൂ. ബിരിയാണി ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഉച്ചക്കൊന്നും പറഞ്ഞതിൻ്റെ അതിൽ ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്, ഹോട്ടലിലെത്തതാണ്. പക്ഷെ അതും ഇത് തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റമുണ്ട്. ആ ടേസ്റ്റും ഈ ടേസ്റ്റും വേറെ വേറെയാണ്. അപ്പം അതിനെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.